അത് തന്നെ നമുക്കിപ്പോൾ കൃത്യമായി പറയാൻ കഴിയില്ലെങ്കിലും ഈ വിമാനത്തിന് 2200 കിലോമീറ്റർ വരെ വേഗത എടുക്കാൻ കഴിയുന്നതാണ്. വ്യോമാഭ്യാസമൊക്കെ നടത്തുമ്പോൾ അത് 600, 1000, 1200 കിലോമീറ്റർ ഒക്കെ വേഗത്തിലാണ് എങ്കിൽ പോലും 1000 കിലോമീറ്റർ വേഗതയിൽ പോകുന്ന ഒരു വിമാനം 5-10 കിലോമീറ്റർ ഉയരത്തിലായിരിക്കും സാധാരണ അഭ്യാസങ്ങളൊക്കെ നടത്തുക. താഴെ ഇരിക്കുന്ന ആളുകൾക്ക് വിമാനം കാണണം. അതുകൊണ്ട് തന്നെ അങ്ങ് ഒരുപാട് ഉയരത്തിൽ പോയി 30-40 കിലോമീറ്റർ ഉയരത്തിൽ പോയി ആ തരത്തിൽ അഭ്യാസം നടത്താൻ കഴിയില്ല. വ്യോമാഭ്യാസങ്ങളെല്ലാം സാധാരണ നടത്തുന്നത് അങ്ങനെയാണ്. താഴെ നിൽക്കുന്ന ആളുകളുടെ വിസിബിലിറ്റി കണ്ണുകൊണ്ട് സാധാരണ നഗ്നനേത്രം കൊണ്ട് കാണാൻ കഴിയുന്ന അത്ര ഉയരത്തിൽ വിമാനം നിർത്തിക്കൊണ്ടാണ് ഈ വ്യോമാഭ്യാസങ്ങളൊക്കെ നടത്തുന്നത്. സാധാരണ ഈ 5-10 കിലോമീറ്റർ എന്നൊക്കെ പറയുന്നത് ഈ വിമാനം ഒരു 1000 കിലോമീറ്റർ വേഗതയിൽ പോകണമെങ്കിൽ 5-10 കിലോമീറ്റർ ആണെങ്കിൽ 10-15 സെക്കൻഡിനുള്ളിൽ ആ 15 കിലോമീറ്ററിൽ നിന്ന് താഴേക്ക് പതിക്കാം. അത്രത്തോളം വേഗത്തിൽ വരുന്ന സമയത്ത് ഈ 15 സെക്കൻഡിനുള്ളിൽ ചിലപ്പോൾ വിമാനത്തിൻ്റെ കൺട്രോൾ പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിനിടയിൽ വിമാനം താഴേക്ക് പതിക്കുകയാണ് എന്നൊക്കെ തിരിച്ചറിഞ്ഞ് വിമാനം ഇജക്റ്റ് ചെയ്യാനുള്ള ഒരു സന്ദേശം, ഇജക്റ്റ് ചെയ്യാനുള്ള സ്വിച്ച് ഓൺ ചെയ്യാൻ ഉള്ള ഒരു താമസം, അതൊക്കെ ഈ 10-15 സെക്കൻഡിനുള്ളിൽ ചെയ്യേണ്ടി വരിക എന്ന് പറയുന്നതിൻ്റെ ആദ്യം കൺട്രോൾ പോകുമ്പോൾ സ്വാഭാവികമായും ആ കൺട്രോൾ തിരിച്ചു പിടിക്കാനുള്ള ശ്രമമാവും ഏത് പൈലറ്റ് നടത്തുക. അങ്ങനെയൊക്കെ ആ വേഗത കൂടുതലും ഒക്കെ ഇതിനൊരു തടസ്സമായി ചിലപ്പോൾ വന്നിട്ടുണ്ടാവാൻ ഇടയുണ്ടില്ല. അതോടൊപ്പം തന്നെ ഇത് എന്തായാലും ഒരു തുറസായ സ്ഥലത്താണ് തകർന്നു വീണതെന്ന് തോന്നുന്നില്ല. എന്തായാലും അങ്ങനെ കെട്ടിടങ്ങൾക്ക് മുകളിലോ ജനവാസ മേഖലയിലേക്കോ ഒന്നുമല്ല. ഈ വേഗതയിൽ അഭ്യാസം നടക്കുന്നത് തുറസായ സ്ഥലങ്ങളിലാണെങ്കിലും ഈ വേഗതയിൽ പോകുന്ന ഒരു വിമാനം മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ തെന്നിപ്പോയാൽ എത്ര ദൂരം വേണമെങ്കിലും പോകാവുന്നതുമാണ്. കിരൺ, മറ്റൊരു പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചില സോഷ്യൽ മീഡിയകളിൽ ഈ ഒരു വിമാനത്തിൽ നിന്ന് ഓയിൽ ലീക്കേജ് ഉണ്ട് എന്ന തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ, അത്തരത്തിലുള്ള പോസ്റ്റുകൾ വ്യാപകമായി സമൂഹ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. അതിന് തൊട്ടു പിന്നാലെ ഇത് ഒരു ഫേക്ക് വാർത്തയാണ്, വ്യാജ വാർത്തയാണ്, അങ്ങനെയുള്ള ഒരു കാര്യം ഈ ഒരു വിമാനവുമായി ബന്ധപ്പെട്ടില്ല, അത് ഒരു അത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത്തരത്തിൽ എയർഫോഴ്സ് വൻ രംഗത്ത് വരുന്നൊരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു അപകടം നടന്നതെന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഈ വിമാനത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള സുരക്ഷാ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇതിൻ്റെ സാങ്കേതിക തകരാറ് ഏതെങ്കിലും തരത്തിലുണ്ടായിരുന്നോ, അത് പരിശോധിക്കുന്നതിൽ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ, അത് അക്കാര്യങ്ങളൊക്കെ ഇനി വരും മണിക്കൂറുകളിൽ പരിശോധിക്കേണ്ട ഒരു കാര്യങ്ങൾ തന്നെയാണ്. അതിൻ്റെ കൃത്യമായ ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം IAFന്റെ ഭാഗത്ത് തന്നെ ഉണ്ടാകുമെന്ന് തന്നെ നമ്മൾക്ക് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നേരത്തെ കിരൺ സൂചിപ്പിച്ച പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട യുദ്ധവിമാനങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇങ്ങനെ ഈ പരീക്ഷണ പരക്കൽ അല്ലെങ്കിൽ സ്വാഭാവികമായി ഇങ്ങനെയുള്ള വ്യോമാഭ്യാസത്തിനൊക്കെ ഏർപ്പെടുമ്പോൾ അവർ നമ്മൾ തന്നെ അത്ഭുതപ്പെടുന്ന തരത്തിലായിരിക്കും ഇതിലെ പൈലറ്റുമാർ ഈ വിമാനം പറത്തുക. അതായത് താഴേക്കൊക്കെ വന്ന് പൊടുന്നതിനെ മുകളിലേക്കൊക്കെ പറത്തിക്കൊണ്ടുപോയി അത്തരത്തിൽ കാഴ്ചക്കാർക്ക് കൗതുകമുണർത്തുന്ന തരത്തിൽ, അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള ചില അഭ്യാസങ്ങളാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ആ രീതിയിലൊന്ന് വട്ടവട്ട് പറഞ്ഞതിന് ശേഷം പൊടുന്നനെ താഴേക്ക് വീഴുകയാണ് എന്നുള്ളതാണ്. ഒരു പക്ഷി താഴേക്ക് പതിക്കുന്ന പോലെ തന്നെ ഈ പൊടുന്നനെ വളരെ സ്പീഡിൽ കുത്തനെ താഴേക്ക് വന്ന് പതിക്കുകയാണ്. അത്തരത്തിൽ ഈ സീറോ ഗ്രാവിറ്റിയിൽ പോലും ഒക്കെ തന്നെ ഇജക്റ്റ് ചെയ്യാനുള്ള സംവിധാനം, അത്തരത്തിലുള്ള പ്രത്യേകത ഉണ്ട് എങ്കിൽ പോലും തന്നെ അങ്ങനെ ഒരു ദൃശ്യങ്ങളൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ഈ വിമാനത്തിൽ നിന്ന് പൈലറ്റ് ഇജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും തന്നെ ആ ദൃശ്യങ്ങളിൽ ചിലപ്പോൾ ഇങ്ങനെ മുകളിലേക്ക് ഈ പൈലറ്റ് പോകുന്നത് ഇത്തരത്തിൽ പാരച്യൂട്ട് ഉപയോഗിച്ചുകൊണ്ട് പോകുന്നതൊക്കെ കാണാൻ സാധിക്കുകയും ചെയ്യും. പക്ഷേ അങ്ങനെയുള്ള ദൃശ്യങ്ങളൊന്നും തന്നെ അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള കാര്യങ്ങളും ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പൈലറ്റിനെ കുറിച്ചുള്ള ഒരു വിവരവും ഇതുവരെയും ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ്. ചില മാധ്യമങ്ങൾ പൈലറ്റിനെ ഗുരുതരമായി തുടരുന്നു, ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന രീതിയിൽ ചില റിപ്പോർട്ടുകൾ നടത്തുന്നുണ്ട്. പക്ഷേ അതൊന്നും ഔദ്യോഗിക സ്ഥിരീകരണമല്ല. നിലവിൽ ലഭ്യമാകുന്നതനുസരിച്ച് ഈ പൈലറ്റിനെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ്. പൈലറ്റിൻ്റെ സ്ഥിതി എങ്ങനെയാണ്, പൈലറ്റ് ഈ സീറ്റ് ഇജക്റ്റ് ചെയ്ത് പുറത്തേക്ക് കടന്നിട്ടുണ്ടായിരുന്നു ഈ അപകടത്തിന് തൊട്ടു മുമ്പ് എന്നടക്കമുള്ള കാര്യങ്ങൾ അതൊക്കെ പരിശോധിച്ചു വരികയാണ്. എന്തായാലും സമീപവാസികളൊക്കെ പറയുന്നത് വലിയ അപകടമാണ് ഉണ്ടായത്. വലിയ രീതിയിൽ ഇത്തരത്തിൽ പെട്ടെന്ന് തന്നെ പൊടുന്നനെ ഈ വിമാനം വന്ന് പതിക്കുകയായിരുന്നു. പൈലറ്റ് വിമാനത്തിൽ നിന്ന് ഇജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഒന്ന് തെളിഞ്ഞ ആകാശമാണ്. ഈ വിമാന ഇത്തരം എയർ ഷോ ഒക്കെ നടക്കുമ്പോൾ വിവിധ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആകാശത്തെ മുഴുവൻ നിരീക്ഷണം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇജക്റ്റ് ചെയ്ത് പുറത്തേക്ക് പൈലറ്റ് വീണിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികം ഇജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തു വന്ന് ഒരു പാരച്യൂട്ട് നിവർന്ന് ആ പാരച്യൂട്ട് വഴിയാണ് താഴേക്ക് പൈലറ്റ് വന്ന് പതിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും അത് ഒരുപാട് ദൂരേക്ക് പോകാനോ അല്ലെങ്കിൽ ആ ആകാശത്ത് തന്നെ കാണാനും ഒക്കെയുള്ള കണ്ടെത്താൻ കഴിയേണ്ടതാണ്. എന്തായാലും ഇനി മറ്റൊരു അപകടത്തിലേക്ക് സ്ഥിരീകരിക്കണമെന്നുണ്ടെങ്കിൽ ഈ പൈലറ്റ് അതിനകത്തുണ്ട് എന്നുള്ള മൃതദേഹങ്ങളൊക്കെ കണ്ടെത്തുകയും ഒക്കെ വേണം. അങ്ങനെ ഏതെങ്കിലും ദൃശ്യങ്ങൾ പുറത്തു വന്നതായി ഏതെങ്കിലും വാർത്താ ഏജൻസികളിലോ അങ്ങനെ എവിടെയെങ്കിലും എല്ലാ സൂചനകളും പുറത്തു വന്നിട്ടുണ്ടോ?
അത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തതയാണ് കിരൺ ഇനി എന്തായാലും വരേണ്ടിയിരിക്കുന്നത്. കാരണം നമുക്ക് ദൃശ്യങ്ങൾ കാണുമ്പോൾ ഒരു തരത്തിലും അങ്ങനെയുള്ള ദൃശ്യങ്ങളിലൊന്നും തന്നെ ആ രീതിയിൽ ഇജക്ട് ചെയ്ത് പുറത്തേക്ക് കടക്കുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. തെളിഞ്ഞ ആകാശം തന്നെയാണ്. അവിടെ അത്തരത്തിലുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ താഴേക്ക് വീഴുന്ന ആ സമയത്തേക്ക് മറ്റ് സ്ഥലങ്ങളൊന്നും കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. പൊടുന്നനെ ഈ വലിയ കറുത്ത പുകപടലങ്ങളാണ് അവിടെ ഉണ്ടായത്. വലിയ സ്ഫോടനം ഉണ്ടായതിനു ശേഷം അവിടെ സമീപ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഈ പുക പടരുകയും ചെയ്തു എന്നുള്ളതാണ്. പിന്നീട് ഈ മറ്റ് സംവിധാനങ്ങൾ ഫയർഫോഴ്സിൻ്റെ അടക്കമുള്ള യൂണിറ്റുകൾ എത്തി അതിൻ്റെ തീ അണയ്ക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. പൂർണ്ണമായും ഇത് ഈ ഒരു തീ നിയന്ത്രണ വിധേയമാക്കിയതിനു ശേഷം മാത്രമേ ഏതെങ്കിലും തരത്തിൽ ഈ ജെറ്റിനകത്ത് തന്നെ ഈ പൈലറ്റ് ഉണ്ടോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും തെറിച്ചു വീണിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ സമീപ പ്രദേശങ്ങളിലൊക്കെ ഇങ്ങനെ പരിശോധിച്ചു വരിക എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ ജയ്സാൽമറിലുണ്ടായിരുന്ന അപകടത്തിൽ ഈ അപകടം നടന്നതിന് ഏകദേശം കുറച്ച് കിലോമീറ്ററിന് അപ്പുറത്ത് മാത്രമായിട്ടാണ് ഈ പൈലറ്റ് ലാൻഡ് ചെയ്തത്, സുരക്ഷിതമായി ലാൻഡ് ചെയ്തത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ സംഭവിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ ഈ പൈലറ്റിനെ കുറിച്ച് യാതൊരു വിവരവും ഇല്ല എന്നുള്ളതാണ് കിരൺ.